ആദ്യമൈത്തെ നൂറുള്ള ആദ്യത്തെ പ്രഭ, ആദ്യത്തെ മഖ്ലൂഖ്, അഷ്റഫ് മഖ്ലൂഖ് സയ്യിദുൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതിലേക്കുള്ള സൂചന മുഹമ്മദി എന്ന ഇസ്മില് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇത് അള്ള വെച്ച പേര് തന്നെയാണ്. മങ്കൂസ് മൗലൂദിന്റെ തലക്കെട്ടിൽ തന്നെ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മങ്കൂസ് മൗലൂദി നമ്മൾ ഓതലുണ്ട്, പക്ഷെ അർത്ഥം നമ്മൾ അങ്ങനെ ചിന്തിക്കലില്ല. അതൊക്കെ ചിന്തിച്ചു നോക്കണം അതിന്റെ അർത്ഥമൊക്കെ. സുബ്ഹാനല്ലദീ അത്ലഅ, അത്ലഅ എന്ന് പറയൽ ആർക്കാ? വജൂദിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ പുറത്തേക്ക് ഇൽഹാർ ചെയ്യുന്നതിനാണ് അറബി ഭാഷയിൽ ഏതുപയോഗിക്കല്? അത്ലഅ എന്ന് ഉപയോഗിക്കല്. ആദ്യം പറഞ്ഞ അതാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ മഖ്ഫിയായ ഒരു വലിയ മൗജൂദിനെ ജനമധ്യത്തിലേക്ക് ഇൽഹാർ ചെയ്ത പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. എന്നിട്ട് പിന്നെ പറയാണ് വഔജദ നൂറഹു, ആ നൂറിനെ അദമിൽ നിന്ന് ഉണ്ടാക്കി ഈജാദ് ചെയ്തു. ഔജദ എന്താ? മഅദൂമായ വസ്തുവിനെ അദമിൽ നിന്ന് വജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഏത് പദം ഉപയോഗിക്കുക? ഔജദ എന്ന് ഉപയോഗിക്കുക. മഅദൂമായ വസ്തുവിനെ അദമിൽ നിന്നും എവിടേക്ക് കൊണ്ടുവരാ? വജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ് അറബി ഭാഷയിൽ ഏത് ഉപയോഗിക്കുക? അത്ലഅ എന്ന് പറഞ്ഞാലോ വജൂദിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ ളുഹൂറിലേക്ക് ലാഹിറാക്കുന്നതിനാണ് ഏത് ഉപയോഗിക്കുക? അത്ലഅ എന്ന് ഉപയോഗിക്കുക. സൈനുദ്ദീൻ മഖ്ദൂമാണ് മങ്കൂസാക്കിയതെങ്കിലും ഈ മൗലൂദിന്റെ മുഅല്ലിഫാരാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി. തങ്ങളെ മൗലിദാണ് സുബ്ഹാന മൗലിദ്. ആ സുബ്ഹാന മൗലിദിന്റെ ഉദ്ധരണികള് മങ്കൂസാക്കി പഠിപ്പിച്ചു തന്നതാണ് ഏത്? മങ്കൂസ് മൗലൂദ്.